ഹലോ പ്രിയപ്പെട്ടവരെ, 2025 ജനുവരിയിൽ വമ്പൻ ട്രാൻസ്ഫറുകളാണ് ചില ഫുട്ബോൾ ക്ലബ്ബുകൾ നടത്തിയത്. അതിൽ ടോപ്പ് 10 ട്രാൻസ്ഫറുകൾ എടുത്തുകഴിഞ്ഞാൽ പാട്രിക് ഡോർഗു ആണ് 10ാമതുള്ളത്. ഡെൻമാർക്ക് ഇന്റർനാഷണൽ പ്ലെയറായ ഡോർഗു സീരിയയിൽ നിന്നും 30 മില്യനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത്. താരം ഒരു ലെഫ്റ്റ് ബാക്ക്, ഫുൾ ബാക്ക് വിങ്ങറാണ്. സീരിയ ക്ലബ്ബായ ലെക്സയിലായിരുന്നു താരം കളിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ട്രാൻസ്ഫർ മെക്സിക്കൻ സ്ട്രൈക്കറായ സാന്റിയാഗോ ജിമിനസിന്റെയാണ്. 32 മില്യനാണ് ഫെയ്നോർഡിൽ നിന്നും AC മിലാനിലേക്ക് ജിമിനസ് ചേക്കേറിയത്. 8ാമതുള്ളത് ബ്രസീലിയൻ സെന്റർ ബാക്കായ വിക്ടർ റെയ്സ് ആണ്. വിക്ടർ റെയ്സ് ബ്രസീലിയൻ ക്ലബ്ബായ പാൽമേറൈസിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. മാൻ സിറ്റിയാണ് വിക്ടർ റെയ്സിനെ അവരുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവന്നത്. 37 മില്യനാണ് വിക്ടർ റെയ്സിനായി മാൻ സിറ്റി മുടക്കിയത്. 7ാം സ്ഥാനത്തുള്ളത് ഉസ്ബെക്കിസ്ഥാൻ സെന്റർ ബാക്ക് ഖുസാനോവ് ആണ്. ഖുസാനോവിനെ ഫ്രഞ്ച് ലീഗായ RC ലെൻസിൽ നിന്നും 40 മില്യനാണ് മാൻ സിറ്റി സ്വന്തമാക്കിയത്. ബ്രസീലിയൻ വിങ്ങർ ഗലേനോ ആണ് അടുത്ത താരം. ഗലേനോയെ 50 മില്യനാണ് RB ലെപ്സിംഗ് വാങ്ങിയത്. നിക്കോ ഗോൺസാലസ് ആണ് അടുത്ത സൈനിങ്. നിക്കോ ഗോൺസാലസിനെ FC പോർട്ടോയിൽ നിന്നും 60 മില്യനാണ് മാൻ സിറ്റി സ്വന്തമാക്കിയത്. കൂടാതെ താരം ഒരു ലാമാസിയ പ്രൊഡക്റ്റ് കൂടിയാണ്. നിക്കോ എത്തുന്നതോടുകൂടി സിറ്റിയിലെ മിഡ്ഫീൽഡ് പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് സിറ്റി മാനേജ്മെന്റ് കരുതുന്നത്. 2ാമത്തെ ട്രാൻസ്ഫർ ഒമാർ മർമൂഷിന്റെയാണ്. താരത്തെ ബുണ്ടസ്ലീഗ ക്ലബ്ബായ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുമാണ് മാൻ സിറ്റി സ്വന്തമാക്കിയത്. താരത്തെ മുന്നേറ്റ നിരയിലാണ് സിറ്റി കളിപ്പിക്കുന്നത്. 1ാമതായി നിൽക്കുന്ന ട്രാൻസ്ഫർ ജോൺ ഡുറാന്റെയാണ്. കൊളംബിയൻ ഫുട്ബോളറായ താരത്തെ 77 മില്യനാണ് അൽ നാസർ വാങ്ങിയത്. ജനുവരി ട്രാൻസ്ഫറിൽ കൂടുതൽ പണം മുടക്കിയ ക്ലബ്ബ് മാൻ സിറ്റി തന്നെയാണ്. ഏകദേശം 200 മില്യണിലധികമാണ് മാൻ സിറ്റി മുടക്കിയത്. മാൻ സിറ്റിയിലെ നിലവിലെ പ്രശ്നങ്ങൾ ഇവരുടെ സൈനിങ്ങോടുകൂടി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പെപ് ഗാർഡിയോള കരുതുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ലോകമെമ്പാടും ആരാധകർ ഒരുപാടാണ്. ലോകത്തിലെ തന്നെ വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഫുട്ബോൾ പ്ലെയറാണ് റൊണാൾഡോ. റൊണാൾഡോ ഇന്ത്യയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പ്രിയ പ്രേക്ഷകർ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. താരത്തിന് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. റൊണാൾഡോ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ത്യയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം എത്രത്തോളം ആരാധകർ എന്നെ അവിടെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങളാണിത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ലോകം ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ഞാൻ എക്കാലത്തെ മികച്ച കളിക്കാരനാണ്. എനിക്ക് വേഗതയുണ്ട്. ഞാൻ ശക്തനാണ്. എന്നേക്കാൾ പൂർണ്ണമായ ആരും ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല. റൊണാൾഡോയുടെ ഈ വാചകങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. എന്തായാലും താരത്തിന്റെ 40ാം പിറന്നാൾ ദിവസമായിരുന്നു ഇന്ന്. റൊണാൾഡോയ്ക്കൊപ്പം ഫുട്ബോളിന്റെ സുൽത്താൻ നെയ്മറിന്റെയും പിറന്നാൾ ദിനം കൂടിയാണിന്ന്. എന്തായാലും രണ്ടുപേർക്കും പിറന്നാൾ ആശംസകൾ നേരുന്നതിനോടൊപ്പം നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്